നമുക്കേ മാങ്ങയും മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും ഉണക്കച്ചെമ്മീനും കൂടെ ഒന്ന് ചാറ് വെച്ചാലോ? എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ മുരിങ്ങയ്ക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു ചെറുതാക്കി അരിഞ്ഞത് ഒപ്പം ഇടുമ്പോഴത്തേനും ഒന്ന് വേകാൻ വേണ്ടിയിട്ട്. പിന്നെ ദാണ്ട മാങ്ങ ഞാൻ ഒന്ന് ചെറുതാക്കി അരിയാം. നല്ല ചെനച്ച മാങ്ങയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. ഒരു ചട്ടിയിലേക്കേ നമ്മളിത് ചക്കക്കുരു എടുത്ത് കനം കുറച്ചായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ച് വേകാൻ പാകത്തിനാണ്. നമുക്ക് മുരിങ്ങയ്ക്ക എടുത്തു, കുറച്ച് ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് പൊളന്നത്, കുറച്ച് കറിവേപ്പില. ഇതാ നമ്മുടെ മാങ്ങയാണേ. പുളി ആവശ്യത്തിനുള്ള മാങ്ങ, ഒരു പൊളപ്പേ ഇട്ടിട്ടുള്ളൂ, വേണമെങ്കിൽ പിന്നെ ഇടാം. ഇനി നമുക്ക് വെള്ളം ഒഴിക്കണം. ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം. കുറേ ചക്കക്കുരു എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചക്കക്കുരു സെപ്പറേറ്റ് വേവിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. അതിനുശേഷം മുരിങ്ങയ്ക്കായും മാങ്ങയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കനം കുറച്ച് അരിഞ്ഞേക്കുക, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേ. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് 2 പണിയുണ്ട്. എന്നാണെന്നറിയോ? തേങ്ങ ഇതിലേക്ക് അരയ്ക്കണം. അരമുറി തേങ്ങയാണ്, 2 ചെറിയുള്ളി, ഒരു 1/2 സ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയാണ്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആ കൂടെ തന്നെ ഇത് അരച്ചുകൊണ്ട് വരുന്ന കൂടെ തന്നെ നമുക്ക് നമ്മുടെ ചെമ്മീൻ കണ്ടോ, ഇതൊന്ന് വറുത്ത് അതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കളഞ്ഞ് എടുക്കുകയും വേണം. ആ സമയം കൊണ്ട് നമ്മുടെ ചക്കക്കുരുവും മുരിങ്ങയ്ക്കായും മാങ്ങയൊക്കെ ഒന്ന് വേവുകയും ചെയ്യും. ഇനിയേ നമ്മുടെ ചക്കക്കുരുവും മുരിങ്ങയ്ക്കായും മാങ്ങായും എന്തോന്നൊന്ന് നോക്കണ്ടേ? ഇതാ ചെറുതാക്കി ഇട്ടുകൊണ്ടാണ്. ചക്കക്കുരു ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ആ ചക്കക്കുരു ഇങ്ങനെ ചെറുതാക്കി ഇട്ടാൽ വേഗം വേകും. ഇതാ ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടേക്കുന്നത് ചെമ്മീൻ വറുത്തിട്ട് കൊമ്പും വാലും ഒക്കെ കളഞ്ഞിട്ടുള്ളതാണ്. ഇത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ ഒന്ന് വെന്തോട്ടെ. നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കണ്ടേ? ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കണ്ടോ, ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ചെറിയുള്ളിയും തേങ്ങയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ ഇപ്പോൾ പറയുമായിരിക്കും അതിനകത്ത് വെളുത്തുള്ളി ചേർക്കണം, അല്ലെ മല്ലിപ്പൊടി ചേർക്കണം. ഒന്നും വേണ്ട. ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്കൂ, എന്നിട്ട് നമുക്ക് നോക്കാമല്ലോ. എപ്പോഴും ഒരേപോലെ ആക്കണ്ട, ഇങ്ങനെയൊന്ന് വെച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് വേറെ ഒന്നിൻ്റെ ഒരു ഫ്ലേവറും വരത്തില്ല. നമുക്ക് നമ്മുടെ ആ നാച്ചുറൽ ടേസ്റ്റ് കിട്ടാനാണ് മറ്റുള്ള വെളുത്തുള്ളിയും സാധനങ്ങളും ഒന്നും ചേർക്കാത്ത കേട്ടോ. ഇതാ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു. ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഈ സമയത്ത്. ഒരുപാട് നീണ്ട് പോവരുത്, ഒരു കുറുക്ക് വേണം കേട്ടോ. ഒരു കുറുകിയിരിക്കുന്ന ഒരു കറിയാണിത്, ഒത്തിരി നീണ്ടങ്ങ് പോകരുത്. ഇതാ നമ്മുടെ കറിക്ക് ചെറുതായിട്ട് തിളയൊക്കെ വന്നു. നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഈ ചട്ടിയുടെ ചൂട് കൊണ്ടേ ഒന്നും കൂടെ അങ്ങ് തിളച്ചുകൊണ്ടിരുന്നോളൂ. നമ്മളിതാ ഒന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. കറി അങ്ങോട്ടേ വെച്ച് വാങ്ങിയ ഉടനെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ടേക്കാം കേട്ടോ. അവിടെ മൂടിയിരിക്കട്ടെ. അപ്പം നമ്മുടെ താളിപ്പൊന്ന് റെഡിയാക്കാം. ഇതാ വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ ചെറിയുള്ളി മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇങ്ങിടാം. ചെറിയുള്ളിയും വറ്റൽമുളകും ഒക്കെ മൂത്തിട്ടുണ്ട്. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ വറവ് ഇതിനകത്തോട്ട് നമ്മുടെ കറിയിലോട്ട് അങ്ങിട്ടേക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെ നമ്മുടെ ചക്കക്കുരു, ഉണക്കച്ചെമ്മീൻ, മാങ്ങ, മുരിങ്ങയ്ക്ക ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളെല്ലാം ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പം ചില സാധനങ്ങൾ നിങ്ങൾ ചേർക്കുമായിരിക്കും, ചിലവരിങ്ങനെ അല്ലായിരിക്കും. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അപ്പോൾ നല്ല ഒരു സൂപ്പർ പഴയ കാലത്തെ ഒരു കറിയാണ്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒത്തിരി ചാറ് നീണ്ടു പോകരുത്, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങളുടെ എരിവും അതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം.
നല്ല കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പറഞ്ഞു തരണം കേട്ടോ. നമ്മളിപ്പോൾ ഈ തനി നാടൻ കറികൾ ഉണ്ടാക്കുമ്പോഴേ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഓരോരുത്തരുടെ അമ്മമാരുണ്ടാക്കുന്നത്, ഓരോ സ്റ്റൈലിലായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കതെല്ലാം കൂടെ ഒന്ന് സമന്വയിപ്പിച്ച് അങ്ങോട്ട് പോകാം അല്ലേ. അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.